നമസ്കാരം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ വ്യക്തിജീവിതം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒന്നാണ്. ആദ്യ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചി ഉന്നയിച്ച ഗുരുതരമായ ഗാർഹിക പീഡന ആരോപണങ്ങളും തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും ഒടുവിൽ 2013 ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞത്. ഈ വിവാദങ്ങൾ ഗണേഷിന്റെ ആദ്യ മന്ത്രിസ്ഥാനം തെറിക്കുന്നതിലേക്കും വഴിതെളിച്ചിരുന്നു. യാമിനിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം 2014 ഗണേഷ് കുമാർ ബിന്ദു മേനോനെ വിവാഹം കഴിക്കുന്നത്. പാലക്കാട് സ്വദേശിയായ ബിന്ദു മേനോൻ മാധ്യമരംഗത്തെ പ്രമുഖ വ്യക്തിത്വമാണ്. ഏഷ്യാനെറ്റിലെ മാർക്കറ്റിംഗ് വിഭാഗം ഓവർസീസ് ഓപ്പറേഷൻസ് ഹെഡായും ഗൾഫ് മേഖലയിലെ ജനറൽ മാനേജറായും അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബിന്ദുവിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. സിനിമ, സാംസ്കാരിക മേഖലകളിലെ പൊതുവായ ബന്ധങ്ങളാണ് ഇരുവരെയും അടുപ്പിച്ചത്. ഏഷ്യാനെറ്റിലെ പ്രശസ്തമായ നമ്മൾ തമ്മിൽ എന്ന പരിപാടിയുടെ അവതാരകനായിരുന്നു അന്ന് ഗണേഷ് കുമാർ. കൊട്ടാരക്കരയിലെ തറവാട് വീട്ടിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ബിന്ദുവിന്റെ അടുത്ത ബന്ധുക്കൾ മാത്രമാണെന്ന് പങ്കെടുത്തത്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു വിവാഹത്തിനൊരുക്കിയ സദ്യ. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ഏകദേശം 100 പേർക്ക് മാത്രമാണ് അന്ന് സദ്യ ഓർഡർ ചെയ്തിരുന്നത്. വർഷങ്ങൾക്കിപ്പുറം ബിന്ദു മേനോനും സമാനമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ ഗണേഷ് കുമാറിന്റെ പഴയ ദാമ്പത്യ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഗണേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. തുടർന്ന് 2013 അവർ വിവാഹമോചിതരായി. ഇതിനുശേഷമാണ് ബിന്ദു മേനോനെ ഗണേഷ് കുമാർ വിവാഹം കഴിക്കുന്നത്. അന്ന് യാമിനി തങ്കച്ചി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ വിവാദമാവുകയും ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. 16 വർഷത്തോളം തന്നെ നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ഗണേഷിന് വിവാഹേതര ബന്ധമുണ്ടെന്നും അന്ന് യാമിനി തങ്കച്ചി ആരോപിച്ചിരുന്നു. അന്ന് യാമിനി തങ്കച്ചി തന്നെ നേരിട്ട് പത്രസമ്മേളനവുമായി രംഗത്തെത്തിയിരുന്നു. ഗണേഷ് തന്നെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പത്രസമ്മേളനം. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ യാമിനി പൊട്ടിക്കരഞ്ഞു. മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ട് പോലും ഒരു ഗുണവും ഉണ്ടായില്ല എന്നും യാമിനി ആരോപിച്ചു. സിനിമ അഭിനയത്തിന്റെ കാലത്താണ് ഗണേഷ് ഡോക്ടർ യാമിനി തങ്കച്ചി വിവാഹം കഴിക്കുന്നത്. 94 മെയ് 20 ഗണേഷ് യാമിനി തങ്കച്ചി വിവാഹം. ആദ്യ നാളുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പതിയെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നതായാണ് യാമിനി തങ്കച്ചി തന്നെ പിന്നീട് വ്യക്തമാക്കിയിരുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുന്നേ ഗണേഷ് കുമാറിന്റെ പേരിൽ പല അപവാദ കഥകളും പ്രചരിച്ചിരുന്നു. 2001 മെയ് മാസത്തിൽ പത്തനാപുരത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഗണേഷ് കുമാർ A.K. ആന്റണി മന്ത്രിസഭയിലെ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച മന്ത്രിയായി. രാഷ്ട്രീയത്തിൽ നവാഗതനായിരുന്നുവെങ്കിലും തകർന്നടിഞ്ഞു കിടന്ന KSRTCയെ വളരെ മികച്ച ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു. എന്നിരുന്നാലും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ ഗണേഷ് കുമാറിന്റെ കരിയറിനെ ബാധിക്കുന്നു തുടർന്നു. വിവാദത്തിനൊടുവിൽ ഏപ്രിൽ 1, 2013 രാത്രിയോടെ ഗണേഷ് രാജിവെച്ചതും പിന്നീട് നാം കണ്ടു. ഗാർഹിക പീഡനം ആരോപിച്ചാണ് യാമിനി തങ്കച്ചി വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുൻപാകെ യാമിനി തങ്കച്ചി രേഖാമൂലം പരാതി നൽകി. സ്ഥിരം ജീവനാംശമായി തിരുവനന്തപുരം വഴുതക്കാടുള്ള വീടും 2.25 കോടി രൂപയുമാണ് ഗണേഷ് കുമാർ യാമിനിക്കും മക്കൾക്കും നൽകിയത്. പിന്നീട് ഗണേഷ് കുമാറിൽ നിന്നും വിവാഹമോചനം നേടിയതിനു ശേഷം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തനിക്ക് അനുഭവിക്കാൻ സാധിച്ചുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് 2014 ജനുവരിയിൽ കൊട്ടാരക്കരയിലെ തറവാട് വീട്ടിൽ വെച്ചായിരുന്നു ഗണേഷിന്റെ രണ്ടാം വിവാഹം. 12 വർഷങ്ങൾക്ക് ശേഷം അതും സമാനമായ ആരോപണത്തിൽ എത്തി നിൽക്കുകയാണ്.